Good morning. Sorry, good afternoon. Good afternoon. Afternoon. Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം അല്ലേ? Prayer ആരാണ്? Prayer. Prayer. ഞാൻ പാടാം മാം. Okay. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നിനക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സൈനിങ് ആരാണ്? സൈനിങ്. സൈനിങ് ആരുമില്ലേ? സൈനിങ്. ഒരാള് സൈനിങ് ചെയ്യൂ വേഗം. ഞാൻ ചെയ്യാം മാം. Okay. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving me an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Ashwati ma'am, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask questions anytime and let's make this an engaging learning session. Last but not least, I welcome all my dear friends to our class. Once again, I welcome you all and looking forward to a productive and fulfilling day. Thank you. ഇന്ന് കുറെ പേരെ കാണുന്നില്ലല്ലോ. MT10 തന്നെയല്ലേ ബാച്ച്? MT10 അല്ലേ? Yes, ma'am. കുറെ അധികം ആളുകളെ കാണാത്ത പോലെ. Okay. Thought of the day. തൊട്ടാരാ പറയുന്നേ? ഒരാള് വേഗം തൊട്ട് പറയൂ ട്ടോ. ആര്യ രാകേഷ്, ഒരു തോട്ട് പറയാമോ? മിസ് ഞാൻ പറയട്ടെ. ആ പറഞ്ഞോളൂ. വിദ്യാഭ്യാസം പറഞ്ഞോളൂ. അക്സ പറഞ്ഞോളൂ ട്ടോ. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജികൾ കൂടിയാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ആക്ഷൻ സോങ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടോ?
പറഞ്ഞിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? Yes, ma'am. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? Yes, ma'am. ഞാൻ ചെയ്യാം. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. കാണുന്നില്ലേ? കാണുന്നുണ്ട്. Okay. Watermelon, watermelon, papaya, papaya, banana, 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 fruit salad, fruit salad, apple, orange, apple, orange, pineapple, pineapple, banana, 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 fruit salad, fruit salad. Add some sugar, add some honey, mix it well, mix it well. Yummy, 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 yummy. Fruit salad, fruit salad. Okay, നന്നായിട്ടുണ്ട് കേട്ടോ. okay, ma'am. Thank you. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്റ്റോറിയോ ആക്ഷൻ സോങ്ങോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് പാർട്ട് 4 യൂണിറ്റ് 2 ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫിനിഷ് ആയി. നെക്സ്റ്റ് വൺ യൂണിറ്റ് 2 ഓഫീസ് മാനേജ്മെന്റ്. അത് നിങ്ങൾ ആ ഫസ്റ്റ് പേജ് ഒന്ന് വായിക്കുക കേട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് നല്ലോണം മനസ്സിരുത്തി ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് തമ്പ് ചെയ്യാം.
Good afternoon, Shafina. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പേജ് റീഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ കയറിയവരോടാണ് പറയുന്നത്. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. അജി KM. അജി എന്താണ് പേര്? കറക്റ്റ് നെയിം എന്താ? രമ്യ തോമസ്. രമ്യ തോമസ്. ഓക്കെ. റീഡ് ചെയ്തായിരുന്നോ? എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. The word office management means maintaining the staff, maintaining the records, decision making and so on. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നതാണ്. ബട്ട് ദ ടീച്ചർ ഈസ് നോട്ട് ആൻ ഓഫീസ് മാനർ. പക്ഷെ ടീച്ചർ ഒരു ഓഫീസ് മാനേജർ മാത്രമല്ല. ഷീ കാനോട്ട് മേക്ക് ഡിസിഷൻസ് ഓർ ഷീ ഡസ് നോട്ട് വാണ്ട് ടു കൺട്രോൾ അതർ സ്റ്റാഫ്. തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ള സ്റ്റാഫുകളുടെ കൺട്രോൾ ഡസ് നോട്ട് വാണ്ട് ടു കൺട്രോൾ അതർ സ്റ്റാഫ്. മറ്റുള്ള സ്റ്റാഫുകളെ കൺട്രോൾ ഷീ ഈസ് ഓൺലി ടോക്കിംഗ് പാർട്ട് ഇൻ ദ ഓഫീസ് വർക്ക്. അത് ചെയ്യുന്നത് ഓഫീസ് വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്.
Okay. Okay. But the word office management means maintaining the staff, maintaining the records, decision making, and so on. But the teacher is not an office manager. She cannot make decisions, or she does not want to control other staff. She is only taking part in the office work. The word office management എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ദെൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കൽ. അപ്പോ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡിനെ അർത്ഥമാക്കുന്ന അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഓഫീസിലുള്ള, അതിപ്പോ ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ അവിടെ ധാരാളം റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ? ഒരു ഓഫീസ് ആകുമ്പോൾ ധാരാളം റെക്കോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ? ഉണ്ടാവില്ലേ? റെക്കോർഡ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. പല വിധത്തിലുള്ള റെക്കോർഡുകളാണ് ഉണ്ടാവുക. ഒരു സ്കൂളിലായാലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും പല വിധത്തിലുള്ള രജിസ്റ്ററുകൾ, റെക്കോർഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ദെൻ ഡിസിഷൻ മേക്കിംഗ്, പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോ ഈ 3 കാര്യങ്ങളുമാണ് എന്ത് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ആണ്. ഓക്കെ. ദെൻ പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് മാനേജർ അല്ല. ഓക്കെ, അവള് പല ജോലികളും ചെയ്യുന്നുണ്ടാവും. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല. ആണോ? ക്ലാസ് എടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക മാത്രമാണോ ടീച്ചർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത്? ആണോ? നിങ്ങൾ പറയും, അഭിപ്രായം പറയും. മറ്റുള്ളവർ പറയാനാണ് മിണ്ടാതിരിക്കുന്നത് അല്ല അല്ലേ? എന്തൊക്കെ വർക്കുകളാണ് ടീച്ചർക്ക് കൊടുക്കുന്നത്? അപ്പോ ഓഫീസ് വർക്കുകൾ കൊടുക്കില്ലേ? ആരാ കൊടുക്കുന്നേ ഓഫീസ് വർക്കുകള്? കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഓഫീസ് മാനേജർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയാ, പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ടും ടീച്ചർക്ക് സാധിക്കില്ല. അതിനൊക്കെയാണ് ഒരു ഹെഡ് അവിടെ ഉള്ളത് അല്ലെ? അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ്. അപ്പോ ഈ ഓഫീസ് ജോലികൾ ചെയ്യുന്നത് കൊണ്ട് അവളൊരു ഓഫീസ് മാനേജർ അല്ല. അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള അധികാരമില്ല. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാനും അവകാശമില്ല. ഓഫീസ് ജോലികൾ ചെയ്യുന്നത് കൊണ്ട് മറ്റ് ജോലിക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആർക്ക് അധികാരമില്ല? ടീച്ചർക്ക് അധികാരമില്ല. ഓക്കെ, അവൾ എന്താ ചെയ്യുന്നത്? ഷീസ് ഓൺലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഓഫീസ് വർക്ക്. ഓഫീസ് വർക്കുകളിൽ പങ്കാളിയാവുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഓഫീസ് വർക്കുകൾ എന്ത് കൊടുത്താലും അത് ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ് അവളുടെ ജോലി എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് ആർക്ക് അധികാരമില്ല? ആർക്കില്ല? ടീച്ചർക്ക് ഇല്ല. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. നവമി, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. നവമി, യെസ് മാം. എവിടെയായിരുന്നു? ഞാൻ ഒരു സ്കൂളിൽ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട്. അപ്പൊ ചില ദിവസങ്ങളിൽ ഈ മൺഡേ എന്നൊക്കെ പറഞ്ഞ ക്രാഫ്റ്റ് ഒക്കെ ഉള്ള ദിവസം, അപ്പൊ ആ ദിവസങ്ങളിൽ ചിലപ്പോ എനിക്ക് കയറാൻ പറ്റാറില്ല. അപ്പൊ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു കേട്ടോണ്ടിരുന്നായിരുന്നേ. അതെല്ലേ? കഴിഞ്ഞോ? ട്രെയിനിങ് കഴിഞ്ഞോ? ഇല്ല, അവരെന്നോട് അവിടെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഇന്നുണ്ടായിരുന്നില്ല? ഇന്ന് ഉണ്ട്, പക്ഷെ മോന് തീരെ സുഖമില്ല. പുലർച്ചയ്ക്കൊക്കെ തൊട്ട് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജസ്റ്റ് ഞാൻ വന്ന് കേറിയുള്ളൂ. അതുകൊണ്ട് പിന്നെ നേരം വൈകി കയറാനായിട്ട്. സെക്കൻഡ് പാരഗ്രാഫ് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ? യെസ് മാം. അതായത് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ഗുഡ് ഇംഗ്ലീഷ്, അതായത് കമ്മ്യൂണിക്കേഷൻ നല്ലോണം ഉള്ളവർക്കും അതുപോലെ നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർക്കുമാണ് സാധാരണയായിട്ട് ഇതുപോലെയുള്ള ഓഫീസ് വർക്കുകൾ, ഫയൽസിന്റെയും അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിന്റെ ഒക്കെ വർക്കുകൾ കൊടുക്കാറുള്ളത്. അങ്ങനെയുള്ള ടീച്ചേഴ്സിനാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ സം അതർ വർക്ക്സ്, ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വർക്കുകളും കൊടുക്കാറുണ്ട്.
അതുപോലെ ഇപ്പോൾ ടീച്ചർക്ക് എന്ത് വർക്കാണോ കൊടുത്തിട്ടുള്ളത് ആ വർക്ക് മാത്രമേ അലൗഡ് ചെയ്തിട്ടുള്ള വർക്ക് മാത്രമാണ് ആള് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ മറ്റുള്ളവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വർക്കിൽ ഇൻവോൾവ് ചെയ്യുക, അതൊക്കെ ഭാവിയിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് വർക്കാണോ തന്നിരിക്കുന്നത് അത് മാത്രം ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്വം. അതെ, ഓക്കെ. അപ്പോ ടീച്ചർ എന്ന് പറയുന്നത് ഈ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ടീച്ചർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അതുപോലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം, നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉള്ളവർക്കാണ് ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കുക. ഓക്കെ. അതായത് ധാരാളം ഫയലുകൾ, രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ വ്യക്തമായിട്ട് ഇത് വായിച്ച് എഴുതി മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗിലായിരിക്കണം അത് എഴുതേണ്ടത്. കാരണം ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുന്നതാണ് അല്ലെ. കാരണം ഫയലുകളൊക്കെ പരിശോധിക്കാനായിട്ട് ഹയർ അതോറിറ്റീസ് വരാറുണ്ട്. അപ്പോ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതാന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെ കൊണ്ടാണ് ടീച്ചർ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലെ. ചാർട്ടുകളും മറ്റും ചാർട്ട് വർക്കുകളൊക്കെ കൊടുക്കുന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികൾക്കല്ലേ. ഓക്കെ. അപ്പോ ആ ഒരു രീതി തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആർക്കാണുള്ളത് അല്ലെങ്കിൽ ഗുഡ് ഇംഗ്ലീഷ് ആർക്കാണോ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അവരെയാണ് കൂടുതലും ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക് മാത്രം അവർ ചെയ്താൽ മതി. മറ്റുള്ളവരുടെ വർക്കിൽ കയറി ഇടപെടുകയോ ഇന്ററാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുകയോ അങ്ങനെയൊന്നും പാടില്ല. അതവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ. ഇപ്പൊ ഫയൽ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ കൈകാര്യം ചെയ്യാനാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. വേറൊരു റെക്കോർഡിന്റെ പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജോലിയുടെ അവരുടെ ആ ജോലിയിൽ നിങ്ങൾ പങ്കാളികളാകുകയോ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ വരുന്നില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പാരഗ്രാഫ് ആരാ വായിക്കുക? സബ്ന ഒന്ന് വായിക്കൂ. സബ്ന, സദിഖ്, സബ്ന. Yes, ma'am. ആ. Every teacher should take care of maintaining the attendance register of her class, leave letters of her class, and register a visitors' entries in the visitors' notebook during the absence of all her administrators. അതായത് ക്ലാസ് റൂമിൽ അറ്റൻഡൻസിന്റെ ആബ്സെൻസിൽ ക്ലാസ് വർക്കുകളും ലീവ് ലെറ്റേഴ്സുകളൊക്കെ ടീച്ചർ നന്നായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് മനസ്സിലായതാണ്. അതായത് എല്ലാ ടീച്ചർമാരും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടല്ലോ, അറ്റൻഡൻസ്, ലീവ് ലെറ്റേഴ്സ്, അവരുടെ ക്ലാസ്സിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് വിസിറ്റേഴ്സ് വരുന്നതുണ്ടെങ്കിൽ അവരെ എൻട്രീസും കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിൽ ആബ്സെൻസ് അങ്ങനെ അതൊക്കെ അവര് രജിസ്റ്ററിൽ നോട്ട് ചെയ്യണം. അതായത് ഈ ഒരു എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ, ഇപ്പോ ടീച്ചർക്ക് ഏത് ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ അറ്റൻഡൻസ് എടുത്ത് അത് രജിസ്റ്ററിൽ സൂക്ഷിക്കുക എന്നുള്ള ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. പിന്നെ ലീവ് ആകുന്ന കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ലീവ് ആകുന്ന കുട്ടികൾ ലീവ് ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ആ ലീവ് ലെറ്റേഴ്സും സൂക്ഷിച്ചു വെക്കേണ്ടത് ടീച്ചറാണ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററിന്റെ അഭാവത്തിൽ, അതായത് വിസിറ്റേഴ്സ് എൻട്രി നടക്കുമ്പോൾ, അതായത് വിസിറ്റേഴ്സ് ഒക്കെ കുട്ടികളൊക്കെ കാണാനായിട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകം രജിസ്റ്റർ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ സ്റ്റാഫുകളായിരിക്കും അത് ചെയ്യുന്നത്. ഇനി അവരുടെ ആബ്സെൻസിൽ ആ എൻട്രി ഫില്ല് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ടീച്ചറാണ്. അതും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ. നിങ്ങളൊന്ന് പറയാമോ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കുറിച്ച്? എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക? അറ്റൻഡൻസ് രജിസ്റ്റർ കുട്ടികൾ പ്രസന്റ് ആബ്സെൻസ് ഒക്കെ അടയാളപ്പെടുത്താൻ, ആബ്സെൻസ്, പ്രസൻസ്, ലീവ് ഒക്കെ അടയാളപ്പെടുത്താനാണ് അല്ലെ അറ്റൻഡൻസ് രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. അറ്റൻഡൻസ് രജിസ്റ്ററിന് ഹെഡിങ് കൊടുക്കാം.
Okay, a document or system, used to record the attendance status. The attendance status. A document or system used to record the attendance status. Bracket open ചെയ്യുക എന്നിട്ട് എഴുതുക present comma absent comma leave bracket close ചെയ്യുക. എന്നിട്ട് എഴുതുക അതിന്റെ തന്നെ കൂടെ എഴുതിയാൽ മതി of individuals on specific dates DATES. ഇവിടെ ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത് കാരണം സ്റ്റുഡൻസിന് മാത്രമാണോ അറ്റൻഡൻസ് രജിസ്റ്റർ ഉള്ളത്? അല്ല, ടീച്ചേഴ്സിനുണ്ട് അല്ലെ? അപ്പൊ രണ്ടിനും നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എ ഡോക്യുമെന്റ് ഓഫ് സിസ്റ്റം യൂസ്ഡ് ടു റെക്കോർഡ് ദ അറ്റൻഡൻസ് സ്റ്റാറ്റസ്, പ്രസന്റ്, ആബ്സെന്റ്, ലീവ് എക്സെട്രയുടെ ആവശ്യമില്ല കേട്ടോ, ലീവ് മതി. ഓഫ് ഇൻഡിവിജ്വൽ സ്പെസിഫിക് ഡേറ്റ്സ് എഴുതിയോ? ഓക്കെ, ഏതാണ്? ഓഫ് ഇന്റലിജൻസ് കഴിഞ്ഞിട്ടെന്താ? On specific dates. Specific. SPECIFIC. Specific dates. DATES. Okay. Then leave letter എന്താണെന്ന് അറിയാം. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. സ്റ്റുഡൻസ് കൊടുക്കുന്ന ലീവ് ലെറ്റേഴ്സ് കേട്ടോ. പിന്നെ രജിസ്റ്റർ വിസിറ്റേഴ്സ് എൻട്രീസ് ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണെന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, തന്നെ അടുത്ത പാരാഗ്രാഫ് ഒരാൾ വായിച്ചേ. അടുത്ത പാരാഗ്രാഫ് വായിക്കാനായിട്ട് ആളില്ലേ? If she is given the work of operating the admission register, staff leave register, and so on, then only she should touch them. The teacher in the office work should not leak the message even to the close friend or life partner. Keeping concealment is very important. അതായത് ഇപ്പൊ ഒരു ടീച്ചർക്ക് അഡ്മിഷൻ രജിസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡ്യൂട്ടി വന്നാൽ, അതുപോലെ സ്റ്റാഫ് ലീവ് രജിസ്റ്റർ അങ്ങനത്തെ ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്താൽ മാത്രം ആൾ അതിന് ടച്ച് ചെയ്യുക. അതായത് അതിന്റെ കൈകാര്യം ചെയ്യുക. ടീച്ചർക്ക് ആ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ കുറിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പൊ ചില അഡ്മിഷൻ രജിസ്റ്ററിലൊക്കെ ഇപ്പൊ എത്ര ഡൊണേഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പോഴും ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ആ ടീച്ചർക്ക് ആ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം ലൈഫ് പാർട്ട്ണറോട് ആയാലും അതുപോലെ കൊളീഗ്സ് ആയാലും ക്ലോസ് ഫ്രണ്ട് ആയാലും ആരോടും അത് ലീക്ക് ചെയ്യാൻ പാടില്ല. മെസ്സേജ് ലീക്ക് ചെയ്യാൻ പാടില്ല. എപ്പോഴും സീക്രറ്റീവ് ആയിട്ട് തന്നെ വെക്കണം. അത് സ്കൂളിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ അത് സീക്രറ്റ് ആയിട്ട് വെക്കുന്നത് അത് വരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ് അത് എപ്പോഴും സീക്രറ്റ് ആയിട്ട് വെക്കാന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, അശ്മി പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അവർ റൈറ്റ് ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം ഏത് സമയത്താണ് അഡ്മിഷൻ രജിസ്റ്ററിന്റെ ഏറ്റവും കൂടുതൽ അതിന്റെ ആവശ്യം വരുന്നത്? എപ്പോഴാണ് അഡ്മിഷൻ രജിസ്റ്റർ? ഏത് സമയത്താണ്?
പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത്? അഡ്മിഷൻ സമയത്താണ് അല്ലെ പുതിയ സ്റ്റുഡൻസ് വരുന്ന അല്ലെങ്കിൽ അവരെ പുതുതായിട്ട് സ്കൂളിൽ ചേർക്കാൻ വരുന്ന സ്റ്റുഡൻസിന്റെ സകല ഡീറ്റെയിൽസും എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസും എഴുതുന്നത് ഈ അഡ്മിഷൻ രജിസ്റ്ററിലാണ്. ഓക്കെ, അപ്പോ അഡ്മിഷൻ രജിസ്റ്റർ ടീച്ചർ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാഫ് രജിസ്റ്റർ. എന്താണ് സ്റ്റാഫ് രജിസ്റ്റർ? അവിടെയുള്ള അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ അവരുടെ നെയിം, അഡ്രസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇത്തരത്തിൽ പിന്നെ അവരുടെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റാഫ് രജിസ്റ്ററിൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. ദെൻ സ്റ്റാഫ് ലീവ് രജിസ്റ്റർ എന്താണ്? സ്റ്റാഫ് ലീവ് രജിസ്റ്റർ ലീവ് എടുക്കുമ്പോൾ ഉള്ള ഡീറ്റെയിൽസ് എഴുതാൻ. ലീവ് ആകുമ്പോൾ, അതായത് സ്റ്റാഫ് ലീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് അവര് എത്ര ദിവസമാണ് ആബ്സെന്റ് ആയത്, അതുപോലെ തന്നെ എന്താണ് റീസൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക കേട്ടോ. അവരുടെ ആബ്സെൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഫയൽസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നത് ടീച്ചേഴ്സിനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ടീച്ചർ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ സ്വകാര്യമായിട്ട് ചില വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് അല്ലെ. അതായത് ഇപ്പോ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് അല്ലെങ്കിൽ സ്കൂളിന്റെ മെയിൻ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് ഫയലുകള്, രജിസ്റ്ററുകളൊക്കെ മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അത്തരം വിവരങ്ങൾ, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങള് പലതരത്തിലുള്ള എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. വലിയ എമൗണ്ടുകളൊക്കെ ചിലപ്പോ സ്കൂളിലേക്ക് വരാം. സ്കൂളിൽ ചിലപ്പോൾ മാനേജ്മെന്റ് അനുവദിക്കുന്ന തുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രാൻഡ് ആയിട്ട് അനുവദിക്കുന്ന തുക, അല്ലെങ്കിൽ മറ്റ് അതോറിറ്റികളിൽ നിന്നുള്ള സഹായം. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള ഈ എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്ററുകൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ലീക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ടീച്ചർ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആ ഫയലിലുള്ള വിവരങ്ങൾ ആരോടും പുറത്തു പറയാനായിട്ട് പാടുള്ളതല്ല. ഈവൺ ലൈഫ് പാർട്ട്ണറോട് പോലും. അവിടെ തെറ്റുണ്ട് കേട്ടോ, പാർട്ട്ണർ ടി അവിടെ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളൊന്ന് അവിടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോ ലൈഫ് പാർട്ട്ണറോട് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, തുറന്നു പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അവരോട് തുറന്നു പറയാറുണ്ട്. പക്ഷെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട്, അതായത് ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും എന്ത് ചെയ്യരുത്, ലൈഫ് പാർട്ട്ണറോട് പോലും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അത് വളരെ എന്താണ് സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതാം. അഡ്മിഷൻ രജിസ്റ്റർ എന്താണെന്ന് എഴുതിക്കോളൂ കേട്ടോ. Admission register, a formal record that contains all essential details of students a formal record that contains all essential details of students who are admitted to a school or educational institution.
school or educational institution. A formal record that contains all essential details of students who are admitted to a school or educational institution. Okay. Then അടുത്തത് എന്താണ് എഴുതാനുള്ളത്? അഡ്മിഷൻ രജിസ്റ്റർ കഴിഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് വൺ എന്താ? സ്റ്റാഫ് രജിസ്റ്റർ. സ്റ്റാഫ് രജിസ്റ്റർ എഴുതിക്കോളൂ കേട്ടോ. സ്റ്റാഫ് രജിസ്റ്റർ. ഈ അഡ്മിഷൻ രജിസ്റ്റർ TC വാങ്ങിക്കുന്ന സമയത്തും ഒക്കെ നിർബന്ധം. അഡ്മിഷൻ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കാറുണ്ട്. സ്റ്റാഫ് രജിസ്റ്റർ എഴുതിക്കോളൂ. സ്റ്റാഫ് രജിസ്റ്റർ ഈസ് എ ഡോക്യുമെന്റ്. Staff register is a document or database records or database that records. Database എന്ന് എഴുതിയിട്ട് that എന്ന് എഴുതാം കേട്ടോ. Database that records personal, comma, professional, and service related details of മാമ ഒന്നുകൂടെ പറയോ? പ്രൊഫഷണൽ, comma, professional, 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 and service related details of each staff member in an organization. Each staff member in an organization. എഴുതിയോ? ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ. A staff register is a document or database that records personal, professional and service related details of each staff member in an organization. Next one എന്താ? സ്റ്റാഫ് ലീവ് രജിസ്റ്റർ. സ്റ്റാഫ് ലീവ് രജിസ്റ്റർ അല്ലേ? അപ്പൊ ഹെഡിങ് കൊടുക്കാം കേട്ടോ. A staff leave register is a structured log. A staff leave register is a structured log. STRUCTURED. Structured log. LOG. That records the types TYPES, the types
comma duration, comma duration, and dates of leaves, and dates, DATES, dates of leaves, 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 taken by each employee during a given period. During a given period. Okay. A staff leave register is a structured log that records the types, duration, and dates of leaves taken by each employee during a given period. Okay. The next one വായിച്ചോളൂ ട്ടോ. ആരാണ് വായിക്കുക? Next paragraph. Any promotion from teaching grade is only the administrative post. So teachers should think that taking a part in the office work in the training for her. The starting point, they should show each and all what she does to her superiors who had allotted the work and get checked whether she had done it properly. Teachers any promotion, grade promotion കിട്ടുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അവരെപ്പോഴും ഓഫീസ് ട്രെയിനിങ്ങിൻ്റെ ഞാൻ വായിച്ചോളാം അഭിരാമി, ഞാൻ വായിച്ചോളാം കേട്ടോ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അതായത് any promotion from the teaching grade is only an administrative post, so the teacher should think that taking part in the office work is a training for her. In the starting point, she should show each and all work she does to her superiors who had allotted the work and get checked whether she had done it properly. അതായത് മറ്റേതൊരു ജോലിയും അപേക്ഷിച്ച് നമ്മള് ടീച്ചർ ജോലിയിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പറയാമോ? മറ്റേതൊരു ജോലിയെയും അപേക്ഷിച്ച് ടീച്ചർ ആവാനായിട്ട് പോകുന്നവരല്ലേ, അപ്പൊ അറിയാൻ പറ്റില്ലേ കുറച്ച് കാര്യങ്ങള്? കൂടുതൽ ഉത്തരവാദിത്വം, കുട്ടികൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നാമത്തെ. ടീച്ചറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാല് റിട്ടയർഡ് ആവുന്നത് വരെ ടീച്ചറായിട്ട് ജോലി ചെയ്യാനേ സാധിക്കുള്ളൂ അല്ലെ? ശരിയാണോ? അതെ അല്ലെ? ചില ടീച്ചേഴ്സിന് പ്രിൻസിപ്പളും ആകാം അല്ലെ, HM ആകാം. ഓക്കെ. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് റെസ്പെക്ട് കിട്ടും. ശരിയാണ്. പിന്നെ ഭയങ്കര ഫ്രീഡം ഉണ്ട് അല്ലെ? ടീച്ചിങ് ജോലിയിൽ ഫ്രീഡം കാണാറില്ലേ? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റില്ലേ ടീച്ചിങ് സ്റ്റൈലില്? നന്നായിട്ട് മനസ്സിലാവണം കേട്ടോ, കുട്ടികൾക്ക് അത് ക്ലിയർ ആവണം. പക്ഷെ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ മെത്തേഡ് അനുസരിച്ച് കുട്ടികൾക്ക് ക്ലിയർ ആകുന്ന തരത്തിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും. മറ്റേതൊരു ജോലി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി എടുത്തു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്യൂണായിട്ട് കയറുമെന്ന് വിചാരിക്കുക. ഒരു 7-8 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷൻ ലഭിക്കും അല്ലെ? അങ്ങനെ നമ്മൾ റിട്ടയർഡ് ആകുന്നത് വരെ നമുക്ക് ആ ഒരു പ്രൊമോഷൻ, നമ്മുടെ ഗ്രേഡ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷെ ടീച്ചിങ്ങിൽ നമുക്കത് കാണാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ടീച്ചറായിട്ട് കയറി റിട്ടയർമെന്റിൽ നമ്മൾ ടീച്ചറായിട്ടാണ് ഇറങ്ങുന്നത്.
ഇനി ചില ആളുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് പ്രമോഷൻ കൊടുക്കാം. അതായത് നമ്മളിപ്പോ ഒരു മാനേജ്മെന്റ് സ്കൂളാണ് എടുക്കുന്നതെങ്കിൽ എന്ന് വിചാരിക്കുക, ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം. അവിടെ ടീച്ചറായി, അതിനുശേഷം അവിടുത്തെ HM ആയി റിട്ടയർഡ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെയുള്ള മാനേജർ ആകാനായിട്ട് സാധിക്കും. ആ മാനേജ്മെന്റിന്റെ മാനേജറായിട്ട് അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടും. ഓക്കെ, അത് അവർ കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ ചില സ്കൂളുകൾ കൊടുക്കാറുണ്ട്. അപ്പോ ടീച്ചിങ് ഗ്രേഡിലുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കാണ്. അതായത് ആ ഒരു മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക, മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെയുള്ള ജോലികളൊക്കെ ഈ ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജോലികൾ കൊടുക്കുന്നതിലൂടെ, അതായത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ജോലികൾ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഓഫീസ് വർക്കുകൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം നല്ലതാണ്. ഓക്കെ, ഇപ്പൊ മാനേജറായിട്ട് ഒരാളെ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു, അയാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾ ആ ടീച്ചിങ് സമയത്ത് തന്നെ ഓഫീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അയാൾക്ക് അറിയുമെങ്കിൽ അയാൾ മാനേജർ ആകുമ്പോൾ അയാൾക്ക് കുറച്ചും കൂടി എളുപ്പമല്ല കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട്. ആണോ ഇല്ലയോ? ആണ്. എന്താണ് സുജിത ചിന്തിക്കുന്നേ? എന്താ ചിന്തിക്കുന്നേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഫീസ് വർക്കുകൾ നമ്മൾ നേരത്തെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്താണോ അതുപോലെ അനുസരിക്കുക. ഓക്കെ, അവര് പറയുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. സുപ്പീരിയേഴ്സ് വന്നത് ചെക്ക് ചെയ്യും കേട്ടോ. ഈ പെച്ചമാണ് നമുക്കൊരു ജോലി തന്നിട്ടുള്ളതെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്യും, നമ്മള് ജോലി നേരാവണ്ണം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് ഒരാളൊന്ന് റീഡ് ചെയ്തേ. ഞാൻ വായിക്കാം. Teachers are also given the office work of delivery uniforms, books, notebooks, and special notebooks like workbooks, map drawing books, diaries, or calendar books. In all the above cases, teachers should not feel that this work is something like throwing fertilizers in the field. They have responsibility in this. At any time, they may be called for verification to whom they are given, what is given and all. ഇതിൽ പറയുന്നത് അടുത്ത പാരഗ്രാഫ് കൂടി വായിച്ചോളൂ. okay. So it is better for the teacher to keep a notebook at least and enter the date and the item given, volume given, and the signature of the person to whom given in the same notebook. She should also keep a record of the materials which she has received, the date, quantity, and often she should verify their remaining stock, etc. Tally with the balance as per the notebook. This will keep her away from many problems. ടീച്ചേഴ്സിന് ഓഫീസർക്ക് കൂടാതെ യൂണിഫോം, ബുക്കുകള്, നോട്ട്ബുക്കുകള്, അത്തരം സാധനങ്ങളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയും കിട്ടും. അങ്ങനെയുള്ള കേസസില് ടീച്ചർമാര് അത് വെറുതെ വയലിലേക്ക് വെറുതെ വളം ഇടുന്നത് പോലെ കൊടുക്കാതെ കൃത്യമായി അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആർക്ക് കൊടുക്കുന്നു, എത്ര ക്വാണ്ടിറ്റി കൊടുക്കുന്നു, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിരിക്കണം. ആർക്കാണോ കൊടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ്, അവരുടെ സിഗ്നേച്ചർ, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് ഭാവിയിൽ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും അല്ലെ? ഓക്കെ, ടീച്ചർമാരുടെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ടീച്ചേഴ്സ് സപ്ലൈ ചെയ്യേണ്ടതുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡെലിവറി നടത്തേണ്ടതുണ്ട്. അതെന്താണ്?
എന്തൊക്കെ കാര്യങ്ങളാണ് ഡെലിവറി ചെയ്യേണ്ടത്? നമുക്കറിയാം അല്ലെ, സ്കൂൾ തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂള് തുറക്കുന്നതിന് മുമ്പായിട്ട് സ്കൂളിൽ നമ്മൾ പോവും അല്ലെ, അപ്പൊ കുറെ സാധനങ്ങൾ മേടിക്കാൻ പോവും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ നിന്ന് തരുന്നേ ഒരു മെയ് മാസത്തിലൊക്കെ? യൂണിഫോം, എന്തൊക്കെ തരും? ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം തരും. ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് തരും, യൂണിഫോം തരും അല്ലെ, ഷൂ തരും വേണമെങ്കിൽ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബെൽറ്റ് തരാറുണ്ട്, പിന്നെ ID കാർഡ് തരാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർക്ക് ചില ജോലികളുണ്ട്. ആ ജോലികളിൽ ഉൾപ്പെടുന്നതാണ് യൂണിഫോം ഡെലിവർ ചെയ്യുക, യൂണിഫോംസ് കൊടുക്കുക, രക്ഷിതാക്കൾ കുട്ടികളൊക്കെ വരുമ്പോൾ കറക്റ്റ് ഇതനുസരിച്ച് യൂണിഫോം സപ്ലൈ ചെയ്യുക, പിന്നെ ബുക്സുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുക, പിന്നെ നോട്ട് ബുക്കുകൾ കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ബുക്കുകളായിട്ടുള്ള വർക്ക് ബുക്കുകൾ. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കുകളാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ബുക്കുകളാണ് വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. മാപ്പ് ഡ്രോയിങ് ബുക്സ്, ഇപ്പൊ നമ്മുടെ ജോഗ്രഫി ഒക്കെ പഠിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ചില മാപ്പുകൾ സഹായിക്കും അല്ലെ. ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ട് ബുക്കുകൾ ഇറക്കാറുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് മാപ്പ് ഡ്രോയിങ് ബുക്സ്. പിന്നെ ഡയറീസ്, അതുമായി ബന്ധപ്പെട്ട ഡയറികളൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കലണ്ടർ ബുക്സ്, സ്കൂൾ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ടീച്ചർ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ ഡ്യൂട്ടിയിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. യൂണിഫോംസ്, ബുക്കുകള്, നോട്ട് ബുക്കുകള്, സ്പെഷ്യൽ ബുക്കുകള്, മാപ്പ് ഡ്രോയിങ് ബുക്ക്, ഡയറീസ്, കലണ്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില കേസിൽ ടീച്ചർമാർ ഈ ജോലി ചെയ്യുന്നത് വയലിൽ നമ്മൾ എന്താ പറയാ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ്, ഫീൽഡിൽ ഫെർട്ടിലൈസേഴ്സ് ത്രോ ചെയ്യുന്ന പോലെ ആവരുത്. അതായത് എന്താ പറയാ, വയലില് നമ്മളിങ്ങനെ വളം വെറുതെ എറിയുന്നത് പോലെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അതിലുണ്ട്. ഒരു തികച്ചും ഒരു അലംഭാവത്തോടു കൂടി അല്ലെങ്കിൽ എന്താ പറയാ, എങ്ങനെയെങ്കിലും ഇത് ചെയ്തു തീർത്താൽ മതി ആ ഒരു വിചാരത്തോടു കൂടി ഈ ജോലികൾ ചെയ്യാനായിട്ട് പാടില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് ഇപ്പൊ നമ്മൾ യൂണിഫോം കൊടുക്കുന്നു, കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്ക് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നു, ബുക്കുകൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കണക്കുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവണം അല്ലെ. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ, റെസ്പോൺസിബിലിറ്റിയോട് കൂടിയല്ല അത് ചെയ്ത് തീർത്തിട്ടുള്ളതെങ്കിൽ മുകളിൽ നിന്ന് വെരിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് അല്ലെ. കൃത്യമായിട്ട് കണക്ക് കാര്യങ്ങളും റെസ്പോൺസിബിൾ ആയിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാനായിട്ട്? ഈ യൂണിഫോം ഒക്കെ ഡെലിവർ ചെയ്യേണ്ടത് തീർത്തും അലംഭാവത്തോടു കൂടിയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇതൊക്കെ ആണോ? അല്ല അല്ലെ. കറക്റ്റ് ആയിട്ട് അതിനുള്ള രേഖകൾ, അല്ലെങ്കിൽ എത്ര എണ്ണം കൊടുത്തു, ഇപ്പൊ യൂണിഫോം ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര അളവാണ് കൊടുത്തത്, ബുക്കുകളാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര ബുക്കുകളാണ് കൊടുത്തത്, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തി വെക്കണം. ഓക്കെ, അതും റെസ്പോൺസിബിൾ ആയിട്ട് വേണം അത് ചെയ്യാൻ. അത് കൊണ്ടുപോയി കളയാനൊന്നും പാടില്ല. രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന, ഡോക്യുമെന്റ് ആക്കി വെച്ചിരിക്കുന്ന ബുക്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം. അപ്പോ എപ്പോഴായാലും ഹയർ അതോറിറ്റീസ് എന്ത് ചെയ്യും? പരിശോധനയ്ക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവർ വന്ന് ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം അല്ലേ? സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? മാം നമ്പർ വീൽ ചെയ്തായിരുന്നു, കാണിക്കട്ടെ? കാണിച്ചോളൂ. എന്താ ചെയ്തത്? പിക്ചർ ഒട്ടിക്കുവാണോ ചെയ്തത്? അതെ, പിക്ചർ ഒട്ടിക്കുക ചെയ്തത്. പിക്ചർ വീല് ചെയ്തില്ല, നമ്പർ വീൽ മാത്രമേ ചെയ്തോളൂ. ഓക്കെ, പിക്ചർ വീല് മതി. സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഒരാള് സ്ഥലത്തോട്ട് പറയൂ. ഞാൻ പറയാം. Ma'am, good afternoon, ma'am. Myself, Ramya Thomas. I would like to thank you for your guidance and support throughout the lessons. Your explanations and examples helped us understand. Thank you, ma'am, and thank you, my dear friends. Okay, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.
Thank you.